ബ്രാൻഡ് നെറേറ്റീവ്സിലെ നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ പവർ ഓഫ് ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ് എന്നുള്ളത് വെച്ചിട്ടാണ്. ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ബ്രാൻഡുകളെ കുറച്ചും കൂടി വെൽക്കമിങ് ആക്കി സോഷ്യലി അവെയർ ആക്കി ബിൽഡ് ചെയ്യുക. അതാണ് ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ XL, XXL, XXL, 4XL ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കുറേ സൈസസ് അവൈലബിൾ ആണ്. അത് ഇപ്പോഴാണ് പ്ലസ് സൈസുകാർക്കും ഒക്കെ ആയിട്ട് അവൈലബിൾ ആക്കി മാറ്റിയത്. അപ്പോൾ അതെന്താണ്? അതായത് ഒരു XL വരെയോ അല്ലെങ്കിൽ ഒരു XXL വരെയോ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ നമുക്കൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ബ്രാൻഡാണെന്ന് പറയാൻ പറ്റില്ല. ഇൻക്ലൂസീവ് ആക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പേഴ്സ്പെക്റ്റീവ്സും നോക്കി, എല്ലാ ഐഡൻറ്റിറ്റീസും നോക്കി, എല്ലാവരുടെയും എക്സ്പീരിയൻസ് നോക്കി, അവർക്കെല്ലാം വാല്യൂ കൊടുത്ത് ഒരു റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ബ്രാൻഡുകൾ ഇറക്കാൻ. അപ്പോൾ എല്ലാവരെയും വെൽക്കമിങ് ആക്കി ഇറക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെയാണ് ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എല്ലാ ഇൻഡിവിജ്വൽസിനെയും നമ്മൾ സീൻ ആൻഡ് റെസ്പെക്റ്റഡ് ആക്കി മാറ്റുക. അപ്പോൾ നമുക്ക് ബ്രാൻഡുകളുടെ റെപ്യൂട്ടേഷനും കസ്റ്റമർ ലോയൽറ്റിയും വൈഡർ ഓഡിയൻസിലോട്ട് റീച്ച് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കുന്നു. അത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്കി തുടങ്ങിയത്. ഇപ്പോൾ ഈ പ്ലസ് സൈസ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ആ ഡ്രസ്സിൻ്റെ സൈസാണ്. ഒരു XL വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി XXLും XXLും ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ഡ്രസ്സ് അവൈലബിൾ അല്ല. സോ ദേ ഫീൽ നെഗ്ലക്റ്റഡ് അല്ലേ. അപ്പോൾ അവർ ആ ബ്രാൻഡ് ചൂസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർ ആ ഷോപ്പിൽ കയറില്ല. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലസ് സൈസുകാർക്കും അവൈലബിൾ ആണ്, എല്ലാ സൈസുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇതൊക്കെയാണ്, ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെയാണ് അവൈലബിൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, എല്ലാവരും വെൽക്കമിങ് ആയി. അപ്പോൾ അവിടെ ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ് എന്ന് നമുക്കതിനെ പറയാം, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ബ്രാൻഡ് എന്ന് നമുക്കതിനെ പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് എന്താണ്? മോഡേൺ സൊസൈറ്റിയിലാണ് ഇൻക്ലൂസീവ് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത് അല്ലേ. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയെന്ന് വെച്ചാൽ ബിക്കോസ് ഇപ്പോഴത്തെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആളുകളെന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ഇഷ്യൂസിനെ കുറിച്ചും ഡൈവേഴ്സിറ്റിയെക്കുറിച്ചും കുറച്ചും കൂടി നല്ല രീതിയിൽ അവെയറാണ്. അവർക്ക് അവരുടെ പ്രോബ്ലംസിനെ കുറിച്ച് നല്ലപോലെ അറിയാം. എന്തൊക്കെ എവിടെയൊക്കെ അവൈലബിൾ ആണെന്നും അല്ലെന്നും അവർക്കറിയാം. ഏതൊക്കെ ബ്രാൻഡ്സാണ് അവരെ സ്യൂട്ട് ചെയ്യുന്നതെന്ന് പോലും അവർക്കറിയാം. സോ ആളുകൾ ബ്രാൻഡുകളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? ബ്രാൻഡുകളിൽ നിന്ന് ഈ ഒരു ഇക്വാളിറ്റി അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷനാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ പ്രോഡക്ട്സിൽ നിന്ന്. ഈ കമ്പനീസ് ഇതൊക്കെ ഇൻക്ലൂസിവിറ്റി ഇഗ്നോർ ചെയ്ത് ഇറക്കിക്കഴിഞ്ഞാൽ അവരുടെ റെപ്യൂട്ടേഷനും കസ്റ്റമേഴ്സിനെയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഡാമേജ്ഡായി പോകുന്നത്, അല്ലെങ്കിൽ അവർ റിസ്ക് ചെയ്യുന്നത്. സോ ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് നെസസിറ്റിയാണ് ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിയിൽ. ഇപ്പം വെളുത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷൻസ് ആണ് അവൈലബിൾ, അല്ലെങ്കിൽ ആ സ്കിൻ ടോണിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് മാത്രമാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഇരുനിറക്കാർക്കും അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കും അല്ലെങ്കിൽ പാമാ നിറമുള്ളവർക്കൊക്കെ എന്താണ് അത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരവിടെ എക്സ്ക്ലൂഡായി മാറി അല്ലേ. സോ ഇപ്പം പക്ഷേ അങ്ങനെയല്ല, എല്ലാ ഡിഫറെൻറ്റ് ഷെയ്ഡ്സും അവൈലബിൾ ആണ്. സോ അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഒരു കീ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിൽ ഒതൻറ്റിസിറ്റി നമ്മൾ ഫോക്കസ് ചെയ്യുക. ബ്രാൻഡ്സ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ആളുകളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ജെന്യുവിൻ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആൻഡ് പീപ്പിളിനെ വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. അല്ലാതെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യരുത്, റെപ്രസെൻറ്റ് ചെയ്യരുത്. അതായത് ഈ സ്റ്റീരിയോ ടൈപ്പുകളെല്ലാം അവോയ്ഡ് ചെയ്യുക. എന്ന് വെച്ചാൽ വെളുക്കാൻ വേണ്ടി മാത്രമുള്ള ക്രീം അങ്ങനെ പറയാതെ, ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഫെയർനെസ്സിന് വേണ്ടി മാത്രം ഇറക്കുന്ന ക്രീം, അതിനെയൊക്കെ നമ്മൾ അങ്ങനെയുള്ള സ്റ്റീരിയോടിപ്പിക്കലായിട്ടുള്ള ബ്രാൻഡഡ് സാധനങ്ങളെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. എല്ലാ ഗ്രൂപ്പ്സിനും റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പോർട്രേ ചെയ്യുന്ന രീതിയിലുള്ള ബ്രാൻഡ് മാർക്കറ്റിംഗ് ആക്കി മാറ്റുക. അപ്പോൾ ഒതൻറ്റിക് സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ചാൽ ട്രസ്റ്റും ബിൽഡ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഓഡിയൻസിന് കുറച്ചും കൂടി റിയലായിട്ട് അല്ലെങ്കിൽ റിലേറ്റബിൾ ആയിട്ട് അവരുടെ മാർക്കറ്റിംഗ് തോന്നിപ്പിക്കണം. ഓക്കെ, അതായത് ആവശ്യമില്ലാത്ത എക്സ്പെക്റ്റേഷൻസ് ഒന്നും കൊടുക്കാതെ കുറച്ചും കൂടി നാച്ചുറൽ ആൻഡ് റിയൽ ആക്കി മാറ്റുന്ന രീതിയിൽ, കുറച്ചുകൂടെ ഒറിജിനാലിറ്റിയൊക്കെ കീപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം ഇപ്പോൾ നിങ്ങൾ ബ്രാൻഡുകളെ മാർക്കറ്റൈസ് ചെയ്യാൻ. അപ്പോൾ പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ലിസ്ണിംഗ് ടു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അതാണ് അടുത്തതെന്ന് പറയുന്നത്.
മാർക്കറ്റ് അല്ലെങ്കിൽ ബ്രാൻഡുകൾ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സുമായിട്ടും അവരുടെ നീഡ്സും എക്സ്പീരിയൻസും എക്സ്പെക്റ്റേഷൻസും മനസ്സിലാക്കി ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യണം. അത് റിസർച്ചിലൂടെയും സർവേയിലൂടെയും ഡിസ്കഷൻസിലൂടെയും ഫീഡ്ബാക്കിലൂടെയും ആയിരിക്കും സാധിക്കുന്നത്. അതായത് റിയൽ പീപ്പിളിൽ നിന്നും കമ്പനീസ് എന്ത് ചെയ്യുക, കുറച്ചുകൂടെ മീനിങ് ആൻഡ് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ബ്രാൻഡിങ് ചെയ്യുക. ഓക്കെ, എന്താണ്, അതായത് ഇപ്പോൾ ഇത്ര ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഇന്ന കാര്യങ്ങൾ അവൈലബിൾ അല്ല, അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് റിസർച്ചിലൂടെ സർവേയിലൂടെയൊക്കെ നടക്കത്തുള്ളത്. ആളുകളുമായിട്ട് നേരിട്ട് സംസാരിച്ച് കണ്ടുമൊക്കെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതായത് ആളുകൾ അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന സൈസിലുള്ള ഡ്രസ് മെറ്റീരിയൽസ് അവൈലബിൾ അല്ല. സോ അവിടെ ഒരു കുറവ് അവർ കണ്ടുപിടിച്ചു ഈ കമ്പനിക്കാർ. സോ അവിടെ നിന്ന് തുടങ്ങുക. അപ്പോൾ ഇവരുടെ ഈ ഒരു കുറവ് നികത്തുക. അപ്പോൾ അങ്ങനെ പതുക്കെ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കുക. അതെ, നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ അനദർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കൊളാബറേഷൻ. അപ്പോൾ കൊളാബറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ് സ്ട്രോങ്ങർ ആവുന്നത് എങ്ങനെയാണ് ഈ ബ്രാൻഡുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സുമായിട്ടും ഓർഗനൈസേഷൻസുമായിട്ടും കമ്മ്യൂണിറ്റീസുമായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പുകൾ ഇവർക്ക് ആക്യുറേറ്റ് ആയിട്ട് ഒരു ഒരു റെപ്രസെൻറ്റേഷൻ, അതായത് ഈ നമ്മൾ ഇതുവരെ റെപ്രസെൻറ്റ് ചെയ്യാത്ത ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു അറിവ് കിട്ടും. അപ്പോൾ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയും ഒതൻറ്റിസിറ്റിയും ഇമ്പ്രൂവ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ പല ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇൻക്ലൂസിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി എന്നൊരു മീനിങ്ങും കൂടിയുണ്ട്. അതായത് മാർക്കറ്റിംഗ് കോണ്ടൻറ്റ് ഇറക്കുമ്പോൾ അത് എല്ലാവർക്കും കൂടി വേണ്ടിയായിരിക്കണം, എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം. ഇപ്പോൾ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസിന് അവർക്ക് ആക്സസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സാധിക്കണം, അല്ലേ? അതായത് വെബ്സൈറ്റ് വഴി ക്യാപ്ഷൻസ് വീഡിയോസിൽ വെക്കാം. ഇപ്പോൾ കണ്ണ് കാണാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ക്യാപ്ഷൻസ് വെച്ച് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് ഇറക്കാം. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഡിസൈൻ പ്രാക്ടീസസും അല്ലെങ്കിൽ എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന രീതിയിൽ ഓഡിയൻസിന് ഈക്വൽ പാർട്ടിസിപ്പേഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ് ഒരു ഓർഗനൈസേഷനുള്ളിൽ വെച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമുക്കൊരു കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. അപ്പോൾ ബ്രാൻഡുകളെ ഓരോരുത്തരും മനസ്സിലാക്കുന്ന രീതി അല്ലെങ്കിൽ അവരവരുടെ പേഴ്സ്പെക്റ്റീവ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും, അല്ലേ? അതിനാണ് നമ്മൾ ഈ മീറ്റിങ്ങും കൊളാബറേഷൻസും ഒക്കെ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയുന്നത്, റിസർച്ചൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്, സർവേ ഒക്കെ. അപ്പോൾ എംപ്ലോയീസ് വേരിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഓരോരുത്തരും ഓരോ ക്ലാസ് ഓഫ് സൊസൈറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ സെക്ഷൻ ഓഫ് പീപ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. സോ അവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെക്ഷൻ സൊസൈറ്റി എങ്ങനെ ബാധിക്കും എന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ വ്യക്തമാവും. അപ്പോൾ ഡിഫറെൻറ്റ് സ്ട്രേറ്റാസ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒപ്പീനിയൻസ് നമുക്ക് കൂടി ഓപ്പൺ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ഡൈവേഴ്സിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കമ്പനിക്കകത്ത് വർക്ക് ചെയ്യുന്നവരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ് നോക്കുക, ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് എല്ലാ കമ്മ്യൂണിറ്റീസിനെയും നോക്കുക, ഒറിജിനാലിറ്റി വെക്കുക, അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെ കേൾക്കുക, കൊളാബറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കണം, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻക്ലൂസീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ സ്ട്രാറ്റജിയാണ്. ഒരു ബ്രാൻഡിനെ ബെറ്റർ ആക്കാനും സൊസൈറ്റിയും ബെറ്റർ ആക്കാനും അവർക്ക് സാധിക്കും. അപ്പോൾ വൈഡർ ഓഡിയൻസിൻ്റെ അടുത്തോട്ട് റീച്ച് ചെയ്യാൻ സാധിക്കും, ട്രസ്റ്റ് കിട്ടും, ആളുകളുടെ ഈക്വാലിറ്റിയും പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കസ്റ്റമേഴ്സുമായിട്ട് ബ്രാൻഡുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ഒതൻറ്റിസിറ്റി, ആക്സസിബിലിറ്റി, കൊളാബറേഷൻ ആൻഡ് ഇൻറ്റേർണൽ ഡൈവേഴ്സിറ്റി ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കണം. അതാണ് ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നത്.